വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പെരുന്നാളാണ്. നമ്മുടെ കൊല്ലത്തിൽ ഒരു പെരുന്നാളെ നമുക്കുള്ളൂ. അപ്പം ആ പെരുന്നാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കേട്ടോ കേൾക്കുന്നത്. എല്ലാവരുടെയും നല്ല എന്താ പറയുക, പടക്കം പൊട്ടലും അങ്ങനത്തെ സൗണ്ടുകളൊക്കെയാണ്. കാരണം ഞാൻ രാത്രി പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത് കേട്ടോ. അപ്പം രാവിലെ തൊട്ടുള്ള രാവിലെ ഉച്ച തൊട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. രാവിലെ ഭയങ്കര തിക്കുന്നതൊക്കെ ഏകദേശം ഇളക്കൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ പിണ്ടി കുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പം പിണ്ടി കുത്തുന്ന തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അമ്പ് വരണേക്കുമ്പോൾ നമുക്ക് പിണ്ടി കുത്തി തീരണമല്ലോ. അങ്ങനെ നമ്മൾ പിണ്ടി കുത്തിയിട്ടുള്ള വീഡിയോ ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണുന്നത്. പിണ്ടി കുത്തിയതിന് ശേഷമുള്ളത് ഞാൻ കുത്തുന്നത് വീഡിയോ കൊടുത്തില്ല. കാരണം എനിക്ക് തോന്നി അതങ്ങനെ കുത്തി വരുമ്പോൾ നമുക്കൊരു കാണാനൊരു ഭയങ്കരമായിരുന്നു. പെട്ടെന്ന് കാണുമ്പോൾ വാ അങ്ങനെ തോന്നിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുത്തുന്നത് വീഡിയോ എടുക്കാൻ ഞാൻ. അപ്പം എന്താ പറയുക, ഇതിനു മുമ്പ് ഞാൻ ഷോർട്സ് ഇട്ടില്ല. നമ്മുടെ ഒരു പ്രിപ്പറേഷൻ, ഒരു മിനി ഷോർട്സ്, ഭയങ്കര എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 1 മിനിറ്റ് പോലും ഉണ്ടാവുമായിരിക്കില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ 1 മിനിറ്റ് ഉണ്ടാവും. ആ ഷോർട്സ് എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പം നമ്മളും പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ പെരുന്നാളിൻ്റെ മെയിൻ അട്രാക്ഷനായ നമ്മുടെ വണ്ടിയും എല്ലാട്ടോ വെക്കുന്നത്. അത് കുറച്ച് നേരത്തേക്ക് അപ്പം പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ മുറ്റത്തത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെയും നോക്കി നമ്മുടെ അമ്പ് വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് വേറൊരാളാണ് കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ചിച്ചുണ്ണി. അപ്പം അപ്പൻ അമ്പിന് പോയപ്പോൾ ചിച്ചുണ്ണീനെ കണ്ടു. അപ്പം അവനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പിള്ളേർ ഫുൾ അച്ചാച്ചനെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ. അച്ചാച്ചനെ ഭയങ്കര ഇഷ്ടമാണ് 4 പേർക്കും. നമ്മൾ രാവിലെ തൊട്ട് കാത്തിരുന്നത് നമ്മുടെ അമ്പ് അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പം അതാണ് പിള്ളേരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിമാർക്ക് ഭയങ്കര ഇഷ്ടമായി. ബാൻഡൊക്കെ കേൾക്കിട്ടിട്ട് തുള്ളിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മളെല്ലാ വർഷവും വീട്ടിലേക്ക് അമ്പ് വരുമ്പോൾ വരുന്നവർക്കൊക്കെ നമ്മൾ വെള്ളമോ ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ വെള്ളമാണ് കൊടുത്തത്. കാരണം നല്ല ചൂടൊക്കെ ആണല്ലോ. അപ്പം വെള്ളം കുടിക്കുമ്പം നല്ലൊരു കുളിർമയൊക്കെ ഉണ്ടാവും. അപ്പം ഈ വെള്ളം കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ചുച്ചുണ്ണീനെ വേഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അവനാണ് ഗ്ലാസ്സൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് സന്തോഷത്തിൽ തിരിച്ച് പോവുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ വെച്ചിട്ട് ഒരു പാട്ടെങ്കിലും അവരെ കൊണ്ട് പാടിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ വെള്ളം കൊടുക്കുന്നതിൻ്റെ തിരക്കിൽ നമ്മൾ ആ കാര്യം മറന്നു. നമ്മൾ പറയാനും മറന്നു, അവർ പാടാനും മറന്നു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. അപ്പം ഇനി അവർ നേരെ അടുത്ത വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പുണ്യാളൻ്റെ അമ്പും വാളയൊക്കെ നമ്മളൊരു പാത്രത്തിൽ അരിയും ഉണ്ണിപ്പൊക്കെ വെച്ച് നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടോ. സാധാരണ നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ അവിടെ ഡീസൻ്റായിട്ട് തന്നെ ഇരിക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ പിള്ളേർ പ്രാർത്ഥനയുടെ ഇടയിൽ പോയിട്ട് അരി പറക്കി തിന്നലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അരി പറക്കി തിന്നൽ മാത്രമല്ല, അമ്പും വളയെടുത്ത് കളിക്കായിരുന്നു. അപ്പം നമ്മൾ നേരെ അതിൻ്റെ സ്ഥാനം മാറ്റി നേരെ നമ്മൾ രൂപത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് പള്ളിയിൽ പോകണം കേട്ടോ. വൈകുന്നേരമാണ് നമുക്ക് അമ്പൊക്കെ നമ്മുടെ പള്ളിയിലേക്ക് കയറുന്നത്. അപ്പോൾ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും പുറത്തേക്ക് ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങുമ്പോൾ എൻ്റെ ഫുൾ കോൺഫിഡൻസ് എൻ്റെ കമ്മലിലാണ് കേട്ടോ. എനിക്കെപ്പോഴും ഇനി കുഞ്ഞു കമ്മൽ ഡെയിലി യൂസിനും എന്നാൽ നല്ല പരിപാടികളൊക്കെ വരുമ്പോൾ നല്ല വലിയ കമ്മലിടണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എൻ്റെ എല്ലാ കമ്മലും നല്ല വലിയ കമ്മലുകളാണ്. അതിൻ്റെ പേരിൽ തന്നെ എൻ്റെ കസിൻസ് എല്ലാവരും നന്നായിട്ട് കളിയാക്കാറുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വീണ്ടും വലിയ കമ്മൽ നോക്കിയിട്ടാണ് എപ്പോഴും ഇറങ്ങുക. അങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്രാവശ്യം നമ്മൾ ട്വിന്നിങ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞാനും ചിഞ്ചും കുഞ്ഞിപ്പെണ്ണും അമ്മയും സെയിം മെറ്റീരിയലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ഡ്രസ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവണം, മുമ്പത്തെ നമ്മുടെ വീഡിയോസ് കണ്ടവർ. അപ്പം നമ്മുടെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ കുഞ്ഞിപ്പേരിനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഡ്രസ്സ് എനിക്ക് തോന്നുന്നു ഇവളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്നത്. കാരണം അന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവൾക്കൊന്നും ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും റെഡിയായി, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകാം. ഒരുങ്ങി ഇറങ്ങാനായിട്ട് കുഞ്ഞിപ്പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ മുടി കിട്ടുന്ന പരിപാടി ആൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. കാരണം അടങ്ങി ഒതുങ്ങി ഇത്തിരി നേരം ഇരിക്കണമല്ലോ, അപ്പം അത് പറ്റില്ല. അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കസിൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ 2 മേമന്മാർ മാത്രം നമ്മൾ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. അതും പെട്ടെന്നുള്ളൊരു വിളിയിൽ അവർ വളരെ സ്നേഹത്തോടു കൂടി വരുമായിരുന്നു. കാരണം നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും ഭയങ്കര ബോറടിച്ചു. അപ്പോൾ നമ്മൾ വേഗം മേമന്മാരെ വിളിച്ചു. അവർ 2 പേരും വരും ചെയ്തിട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി.
അപ്പം മൊത്തത്തിൽ നമ്മുടെ ചേട്ടൻ്റെ കുട്ടിയും കൂടി ആയിട്ട് നമ്മുടെ വീട്ടിലിപ്പം മൊത്തം 5 പിള്ളേരുണ്ട്. നമുക്ക് ചെറിയൊരു ഡേ കെയർ നമുക്ക് തുടങ്ങാം. ഇത് നമ്മുടെ ഇഷാനു ആണ് കേട്ടോ. ഇഷാനുവിൻ്റെ ബർത്ത്ഡേ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം വ്യൂസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവുകയാണ് അമ്പിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി കേട്ടോ, എൻ്റെ സ്വന്തം ഹോസ്പിറ്റാലിൻ്റെ പള്ളി. അങ്ങനെ ചിഞ്ചു പിള്ളേരെക്കാളും വലുതായിട്ട് അരിമണി പറക്കി തരുന്നുണ്ട്. മിക്കവാറും അമ്പ് കൊടുക്കുമ്പോഴത്തേക്ക് അരിമണിയൊക്കെ തീരും കേട്ടോ. അങ്ങനെ അവിടെ നമുക്ക് ലാസ്റ്റ് മേളമല്ല ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ബാൻഡിൻ്റെ കൂടെ ഭയങ്കര ഡാൻസ് കളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് അവർ എൻജോയ് ചെയ്തു. സത്യത്തിൽ ഇവരിങ്ങനെ കളിക്കണ കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ആദ്യമൊക്കെ നമ്മൾ വേഗം പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇവരുടെ കളി നിർത്താണ്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ആ പിള്ളേർ ക്ഷീണിക്കണവരെ കളിച്ചോട്ടെ, അവരുടെ ഇഷ്ടത്തിന് കളിക്കുന്നതാണല്ലോ. കുഞ്ഞിപ്പെണ്ണൊക്കെ ഇങ്ങനെ കളിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചിഞ്ചിപ്പിൻ ഇടയ്ക്കിടയ്ക്ക് പോയി പറക്കി എടുക്കലായിരുന്നു, കാരണം ഇടയ്ക്കിടയ്ക്ക് വീഴും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഫസ്റ്റ് വിശേഷങ്ങൾ. പിന്നെ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ പെരുന്നാൾ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.